എടി ഗീതേ, ഞാൻ മരിക്കാൻ പോവാടി, ഞാൻ മരിക്കാൻ പോവാ. മറിക്കാൻ പോവാന്നല്ല പറഞ്ഞേ, മരിക്കാൻ പോവാന്ന്. എടി എന്റെ ഭർത്താവിന്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. അടി അങ്ങാനുണ്ടല്ലോ, വഴി കിടക്കുന്ന ആൾക്കാരെല്ലാം വിളിച്ചോണ്ട് വരും വൃത്തിയില്ലാത്ത. അവരെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് കുളിപ്പിച്ച് വൃത്തിയാക്കി അവരുടെ ഇപ്പോഴത്തെ ഫോട്ടോയും വൃത്തിയാക്കിയ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിടും. എന്നിട്ടൊരു ക്യാപ്ഷനും അങ്ങിടും. മുമ്പും പിമ്പും എന്നൊരു ക്യാപ്ഷനും അങ്ങിടും. ചാരിറ്റിക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് വയ്യടി. ഈ വെള്ളമൊക്കെ കോരി വെള്ളം ചൂടാക്കിയൊക്കെ എനിക്ക് ഒട്ടും വയ്യ. അയ്യോ വേണ്ടടി, വേറൊരുത്തനെ കൊണ്ട് വരുന്നുണ്ട്, എനിക്ക് വയ്യ. ഇങ്ങോട്ട് വന്നേ. പേടിക്കണ്ട, ഇതെന്റെ വീടാ. പിന്നെ ഇതെന്റെ ഒരു ഹോബിയാണ്. ഈ തെരുവിലൊക്കെ ഇങ്ങനെ കിടക്കുന്നവരെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി മുടിയൊക്കെ വെട്ടി കുളിപ്പിച്ച് റെഡിയാക്കി നിർത്തിയിട്ട് 2 ഫോട്ടോ എടുക്കും. എന്നിട്ട് അത് മുമ്പും പിമ്പും കാണിച്ചു തരും. അയ്യോ, പഴയ ഫോട്ടോ പുതിയ ഫോട്ടോ കാണിച്ചു തരും. എന്ത് സരളേ, എന്തുവാ മനുഷ്യ? നീ വാ. എന്തുവാ? താരാ വന്നിരിക്കുന്നത് നോക്ക്. അയ്യ, പറച്ചിലേട്ടാ തോന്നുമല്ലോ യൂസുഫ് അലി വിളിച്ചോണ്ട് വീട്ടിൽ വന്നേക്കുവാണ്. യൂസഫ് അലി എന്ന് പറഞ്ഞ അയാള് ചാരിറ്റബിൾ നടത്തുന്നുണ്ട്. ഞാനും അതുപോലെ ചെറിയൊരു ചാരിറ്റബിൾ നടത്തുന്നു. യൂസഫ് അലി നടത്തുന്നത് ചാരിറ്റി പ്രവർത്തനം. നിങ്ങൾ ചെയ്യുന്നതോ വഴി കിടക്കുന്ന ആൾക്കാരെ വീട്ടിൽ കൊണ്ട് ചാരി നിർത്തി കുളിപ്പിക്കുന്നു. അതാ നിങ്ങളുടെ ചാരിറ്റി. എന്താ പറഞ്ഞാൽ അങ്ങനെ വായിക്കാത്ത തുണി എടുക്കാം, അങ്ങനെ ചത്തുപോകുന്നു. എടി, അത് എടുത്തു കഴിഞ്ഞാൽ തെറിയാണെന്ന്. തെറി പറഞ്ഞാലും സാരമില്ല, നിങ്ങൾ അത് എടുക്ക്. എടി, മുട്ടൻ തെറിയാണെന്ന്. മനുഷ്യ ഇങ്ങി വന്നേ. എന്തുവാ? നമ്മൾ രണ്ടുകൂടെ മാത്രം സംസാരിച്ചാൽ ഇത് നീങ്ങി പോവോ? ഇല്ല, 3 പേര് സംസാരിക്കണം, അന്നല്ല കഥ മുന്നോട്ട് പോകത്തുള്ളൂ. അതെടുക്കാദ്യം. അങ്ങനെയാണ് കെട്ടടിക്കാം. ഓടത്തില്ല, ഞാൻ അവിടെ ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. എന്റെ ദൈവമേ, ഇതുപോലെ വൃത്തിയാക്കാൻ മടിയുള്ള ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ കാണുക. വൃത്തിയാക്കല്ലേ. നീ പോയി ചൂടുവെള്ളം എടുത്തുണ്ടോ? ഇപ്പൊ കൊണ്ടുവരും. എടാ, പുഴുകാൻ പോവല്ല, ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് നിന്റെ ദേഹ ആസനമൊന്നും തുടയ്ക്കണം. ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അതാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, എന്നെ എന്തിനാ നിങ്ങളിങ്ങനെ വെറുതെ വൃത്തിയാക്കുന്നത്? മരിച്ചുപോയ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാ. മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണെങ്കിലേ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കലെങ്കിലും ഇയാളെ കൊണ്ടുപോയി ഒരു ന്യൂറോളജിസ്റ്റ് കാണിക്കണമായിരുന്നു. അല്ലാതെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഓർമ്മ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതല്ല ഞാൻ പറയേ, മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടെന്നാ പറഞ്ഞത്. മരിച്ചുപോയ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടി തന്നെ എന്നാ ഞാനും പറഞ്ഞത്. ഓ, ഇവനോട് ഇതങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ഞാൻ. ഓ, എനിക്ക് മനസ്സിലായി. എന്തുവാ? ശരിക്കും പറഞ്ഞാൽ അച്ഛന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല നീ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്. അതങ്ങനെ? എന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ മരിക്കണ്ടേ? ഞാൻ മരിച്ചു പോയാലല്ലേ എന്റെ ഓർമ്മയ്ക്കെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞ എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കെന്നാ ഞാൻ പറഞ്ഞത്. എന്നെ വൃത്തിയാക്കിയാലേ നിനക്ക് നിന്റെ അച്ഛനെ ഓർമ്മ വരത്തുള്ളൂ. ഇയാൾക്ക് വൃത്തിയാവണോ? ഓ, ഞാൻ വെള്ളം ഇങ്ങോട്ട് വന്നത് കൊണ്ടുവരുവാ. അല്ല, എന്തൊരു വെള്ളമൊക്കെ ആയിട്ട് വരണേ? നിന്നെ കുളിപ്പിക്കണ്ടേ? എന്നെ കുളിപ്പിക്കണ്ട. കുളിപ്പിക്കുന്നില്ല, നൈസായിട്ടൊന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളു. പേടിക്കണ്ട കേട്ടോ, പേടിക്കണ്ട, തുടച്ചാ മതി കേട്ടോ. കുളിപ്പിക്കല്ലേ? ഇല്ല. കുളിപ്പിക്കല്ലേ? ഇല്ലെന്ന്. ഇതെന്താണ്? എനിക്ക് ചെവിപ്പുറം ഭയങ്കര ഇക്കിളാ. ഹലോ ചേച്ചി, പറ ചേച്ചി. എടി, ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. അയ്യോ, എന്തുവാ ചേച്ചി? ഞങ്ങള് പുതിയൊരു സ്കൂട്ടർ വാങ്ങിച്ചടി. ആണോ? ആ. പിന്നെ അവള് വലിയൊരു പത്രാസുകാരി വന്നേക്കുന്നു. ചേച്ചി, എന്നാടി? ചേച്ചിയോട് ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു. എന്തുവാ? ഞങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് കാർ മേടിച്ചായിരുന്നു. ഏത് മോഡല്? മോഡലൊക്കെ അണ്ണൻ പറയൂ. അണ്ണനെ കൊടുക്കാവേ. നീ എന്തിനാടി ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? ഭയങ്കര പത്രാസുകാരിയാണ്. ഓ, പത്രാസുകാരി. ഹലോ. പറഞ്ഞോ ചേട്ടാ, ഏത് മോഡലാ വാങ്ങിച്ചേ? ഇതൊരു 85 മോഡലാ. എഞ്ചിനൊക്കെ എങ്ങനെയുണ്ട്? അയ്യോ, എഞ്ചിൻ എന്ന് പറഞ്ഞ ഭയങ്കര പുക. ഇതൊക്കെയാ. ഓയിലൊക്കെ? ഓ, ഓയിൽ എന്ന് പറഞ്ഞ ചെറുതായിട്ട് ഇലീക്ക് കൊണ്ടുവച്ചേ. പിന്നെ ബോണറ്റിനകത്ത് പൊടിയും കരിയൊക്കെ കൂടി ഇരിക്കുക കേട്ടോ. ശരി, ഓക്കെ, ഞാൻ വിളിക്കാം. നീ എന്തിനാ ആവശ്യമില്ലാത്ത വിളിച്ച് പറയുന്നേ? ഇനി പറയത്തില്ല. നമുക്കേ കുളിക്കാൻ പോയാലോ? കുളിക്കാൻ പോകാനല്ല, നമുക്കൊന്ന് തുടച്ച് ഉടുപ്പൊക്കെ മാറിയിട്ട് വരാന്ന്. കുളിപ്പിക്കല്ലേ? ഇല്ല, കുളിപ്പിക്കത്തില്ല. എനിക്ക് ഇക്കിളെടുക്കും. ഇങ്ങോട്ട് കേറി.
ഊരുണ്ട്. ബെഞ്ചിൻ പെയ്യ് അങ്ങോട്ട് ഊരിയേ. വേണ്ട വേണ്ട, എനിക്ക് പെയ്യ് ഊര. ഡേയ്, നീ എന്താ വിളിക്കുന്നത്? പൊടിയപ്പുറത്ത്. അവള് ഉടനെ വന്നേക്കുന്നു. അങ്ങോട്ട് ഊരിയ പാൻറ് കൂടെ അങ്ങോട്ട് ഊര് പെയ്യേ. ആ സോപ്പൊടി മഞ്ഞപ്പൊടിയും എടുത്തേ. പിന്നെ മഞ്ഞപ്പൊടി വരെ അവിടെ മഞ്ഞൾ നീരാട്ട് നടക്കുമല്ലയോ? അയ്യോ 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 അയ്യോ, എന്റെ കാല്. എന്താ കാല് കുഴിനകൊണ്ട്. ഇങ്ങനെ നേരെ നിൽക്കും അങ്ങോട്ട്. അയ്യോ ചെവിക്കകത്ത് വെള്ളം പോയി. അയ്യോടി, ചെവിക്കകത്ത് വെള്ളം പോയെന്നോ? ആ ഡെറ്റോൾ അവിടെ പോണ്ടോ? പെട്രോളിനെക്കാളും നല്ലത് പെട്രോൾ അല്ലയോ? അതെന്തിനാ? അതാകുമ്പോ അതിനകത്ത് കൃത്യം കത്തിക്കാവല്ലോ. ആ തലമുടി നീരിയേ. നേരെ ആയിരുന്നല്ലോ. അങ്ങോട്ടല്ല ഇങ്ങോട്ട്, ഇടത്തോട്ട്. ആ മതി. ഓക്കെ, ഇപ്പഴാ റെഡിയായേ. ഓക്കെ. ആരാന്ന് ചോദിച്ചത് കേട്ടില്ലേ? ആരാന്ന്? ഒരുമാതിരി മുണഞ്ഞ ചോദ്യം റോഡിൽ കൂടെ വെറുതെ പോയി എന്നെ പിടിച്ചു വന്ന് ഇവിടെ കൊണ്ടുവന്ന് കുളിപ്പിച്ച് വൃത്തികേടാക്കി വെച്ച് ഇപ്പൊ ചോദിക്കാം ഞാൻ ആരാ? അണ്ണ ഇങ്ങോട്ട് വന്നേണോ? എന്തുവാടി ഇതാരാ വന്നിരിക്കുന്നത്? മുമ്പ് ഞാൻ കൊണ്ടുവന്നില്ലേ? ആ പുള്ളിക്കാരനാണെന്ന്. ആണോ? മേക്കോവർ, ഭയങ്കര മേക്കോവർ ഇല്ലയോ? അയ്യോ, ഇങ്ങനെ മേക്കോറാണ് നിങ്ങൾക്ക് കൂടെ അങ്ങ് മേക്കപ്പ് ചെയ്യാൻ വയ്യായിരുന്നോ? നിങ്ങൾക്ക് കൂടെ മേക്കോവർ ചെയ്യാൻ വയ്യായിരുന്നോന്ന്? ആ മോർണിംഗ് എടുത്തേ. ഒരു സെൽഫി എടുത്ത്. വേണ്ട ഫോട്ടോ എടുക്കണ്ട. അതെന്താ? ഫോട്ടോ എടുക്കണ്ട. ഫോട്ടോ എടുത്തേ പറ്റൂ. ഫേസ്ബുക്കിൽ ഇടണ്ടേ? വേണ്ട. അങ്ങനെ പറയല്ലേ. അങ്ങനെ പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇടാൻ പറ്റത്തില്ല. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. പോലീസ് പിടിക്കുന്നു? ഞാൻ ഒരു പിടികിട്ടാ പുള്ളിയാ. അത് ചുമ്മാ ആണെന്ന്. 6 വർഷത്തിന് മുമ്പ് 6 പേരെ കൊല ചെയ്തിട്ട് വന്ന അറുമുഖനാണ് ഞാൻ. 6 6 12 12 6 18 18 6 24. അതെന്തോന്ന്? 24 വർഷം ജയിലിൽ കിടക്കുമെന്ന്. ആര്? അവൻ. അയ്യോ, എന്റെ പൊന്നെ, ഒന്ന് ഇറങ്ങി തട. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിങ്ങളോട് ഞാൻ ആവുന്ന പറഞ്ഞ് എന്നെ വൃത്തിയാക്കല്ലേ എന്റെ മുടിയും താടിയും എല്ലാം വെട്ടിക്കളഞ്ഞ് ഈ കോലത്ത് പുറത്തോട്ട് ഇറങ്ങിയാലുണ്ടല്ലോ എന്നെ പോലീസ് പൊക്കിക്കൊണ്ട് പറയും. പോലീസ് പിടിക്കണോടാ, നിന്നെ പോലീസ് പിടിക്കണം. അങ്ങനെ എന്നെ പോലീസ് പിടിച്ചാൽ ഞാൻ പറയും എന്റെ ബോസിന്റെ കൂടായിരുന്നു ഞാൻ ഇത്രയും കാലം വന്നു. അങ്ങനെയാണ് നിന്നെ ബോസിനെ ഒരുമിച്ച് പോലീസ് പിടിക്കണം. ആ ബോസ് നിങ്ങളാണെന്ന് ഞാൻ വിളിച്ചു പറയും. അയ്യോ, ഇനി പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ അനുഭവിച്ചോ? എന്റെ പൊന്നെ, ഒന്ന് ഇറങ്ങിത്താടാ. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ഇനി ഈ താടിയും മൂടി എന്ന് കിളിത്തിറങ്ങുന്നുവോ അന്നേ ഞാൻ ഈ വീട് വിട്ട് പുറത്തു പോകും. ഇവന്റെ താടി മുടി എങ്ങനെ കിളിക്കാനുള്ള മരുന്ന് എവിടുന്നാന്നോ? കരടിനെ കൊള്ളാവും. കരടിയോട് പോയി ചോദിക്കും. അയ്യോ, എന്റെ പൊന്നെ, ഒന്ന് ഇറങ്ങിത്താടാ. പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എടാ, പോലീസുകാരി വന്ന എന്നോട് പിടിക്കൂടാ. ഇതാണ് പറയുന്നത്, വേലിയിരിക്കുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെക്കരുതെന്ന്. തരലേ ഒരാള. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.